സ്ട്രോബെറി കൃഷിനെ ഇതിനൊക്കെ പറ്റിയിട്ട് കൂടുതൽ സംസാരിക്കാനും ഇതിനെ കുറിച്ചിട്ട് കൂടുതൽ പറയാനും പറ്റിയ ഒരാൾ നമ്മളെ കൂടെ ഉണ്ട്. മിസ്റ്റർ അഭികൃഷ്ണൻ. ആള് ആലപ്പുഴയിൽ നിന്നാണ് ഇവിടെ അഗ്രികൾച്ചറിൽ PhD ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഈ ഗ്ലാസ് ഹൗസിനെ കുറിച്ചിട്ട് എന്താ പറയുക? നമ്മളിപ്പോൾ പുറത്ത് നല്ല മഴയുണ്ട്, നല്ല തണുപ്പുണ്ടായിരുന്നു, വെയിലുണ്ടായിരുന്നു കുറച്ച് മുന്നേ, പക്ഷെ ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നല്ല ചൂടുണ്ട്. എന്താണ് അതിനെ കുറിച്ചിട്ട് പറയുന്നത്? ഗ്ലാസ് ഹൗസ് എന്ന് പറഞ്ഞ ഒരു കൺട്രോൾഡ് എൻവയോൺമെന്റ് ആണ്. ഫുള്ളി അല്ലെങ്കിലും കുറച്ചൊരു ഒരു പാർഷ്യലി കൺട്രോൾഡ് എൻവയോൺമെന്റ് ആണ് ഗ്ലാസ് ഹൗസ് എന്ന് പറഞ്ഞത്. ചൂട്, തണുപ്പ്, കാലാവസ്ഥ വ്യതിയാനം, ഇവിടെ ഇപ്പം ഭയങ്കര തണുപ്പ് വരുന്ന സ്ഥലമാണ്. പക്ഷെ അപ്പം ഒരുപാട് തണുപ്പായാലും ചെടികൾക്ക് അത് നല്ലതല്ല, ഒരുപാട് ചൂടായാലും നല്ലതല്ല. അപ്പം ആ ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനും ഹ്യൂമിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഗ്ലാസ് ഹൗസിന്റെ പ്രത്യേകത. എന്ന് പറഞ്ഞാൽ ഗ്ലാസ് ഹൗസിലേക്ക് റേഡിയേഷൻസ് ഇങ്ങോട്ട് വരും, സൺലൈറ്റ് ഇങ്ങോട്ട് വരും, പക്ഷെ അത് തിരിച്ചു പോകാൻ അതിന് സാധിക്കത്തില്ല. അപ്പോൾ അത് ഞാൻ ട്രാപ്ഡായി കിടക്കുക. ആ ഒരു എൻവയോൺമെൻറ്റിൽ ഇതിന് ആംബിയൻ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി എല്ലാം പ്രോപ്പറായിട്ട് കിട്ടും. പിന്നെ ഇവിടെ ഇവർ യൂസ് ചെയ്തിരിക്കുന്നത് ഡ്രിപ്പ് ഇറിഗേഷൻ ആണ്. ഈ കാണുന്നത് ഡ്രിപ്പ് ഇറിഗേഷനിൽ കൂടെ അവർ അതിന് വേണ്ട ഇറിഗേഷൻ പ്രോപ്പറായിട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ കൂടെ തന്നെ ഫെർട്ടിലൈസേഴ്സും അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ പൈപ്പിന്റെ ഉള്ളിലൂടെ പോകുന്നത് വെള്ളമല്ലേ? വെള്ളത്തിന്റെ കൂടെ തന്നെ ഇപ്പൊ നമുക്ക് വെള്ളമാണ് മെയിൻലി കൊടുത്തിരിക്കുന്നത്. വളം ഇടേണ്ട സമയത്ത് അവർ ഫെർട്ടിലൈസേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കും. അതിനെ ഫെർട്ടിഗേഷൻ എന്ന് പറയും. അതും അതിന്റെ അപ്പം ആവശ്യമായ ന്യൂട്രിയൻസ് അതിന്റെ റൂട്ടിൽ തന്നെ എത്തും.